ഹലോ ഫ്രണ്ട്സ്, അളിയൻ പൊരിച്ചടുക്കി കുക്കിംഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഗ്രിൽ ഫുൾ ചിക്കൻ ഓവനിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന് ഞാനൊരു ഫുൾ ചിക്കനാണ് വാങ്ങിച്ചിരിക്കുന്നത്, കട്ട് ചെയ്യാതെ ക്ലീൻ ചെയ്താണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വാങ്ങിച്ചതിന് ശേഷം നമുക്ക് വീട്ടിൽ വന്ന് ഒന്ന് ശരിക്കും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നെയ്യിൻ്റെ ഭാഗങ്ങളും എല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് മാറ്റാം. നെക്സ്റ്റ് നമുക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു കത്തി കൊണ്ട് നല്ലോണം മസാല ഡീപ്പായിട്ട് ഇറങ്ങാൻ വേണ്ടി നമുക്ക് കത്തി കൊണ്ടൊന്ന് വരയണം. അത് എല്ലാ സൈഡിലും കൂടുതൽ വരഞ്ഞാൽ അത്രയും നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഗ്രില്ലാകുമ്പോൾ കിട്ടും. അതും നല്ലോണം മസാല ഉള്ളിലേക്ക് ഇറങ്ങുകയും ചെയ്യും. ഇനി നമുക്ക് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിനായി മല്ലിപ്പൊടി ഞാൻ ആദ്യം ഇടണം. മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ വേണം. അതിനുശേഷം നമുക്ക് ഗരം മസാല 1.5 സ്പൂൺ, പിന്നെ വറുത്ത് പൊടിച്ച പെരിഞ്ജീരകം ഏതാണ്ട് 1.5 സ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, മുളക് എരിവിൻ്റെ പാകത്തിനനുസരിച്ച് നമുക്ക് അതിലേക്ക് ചേർക്കാം. അതിനുശേഷം പെപ്പർ, അതായത് കുരുമുളക് പൊടിച്ചത്, അതും ഇതുപോലെ തന്നെ എരിവിനനുസരിച്ച് നമുക്ക് അതിൽ ചേർക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ ചേർക്കാൻ പോകുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. അതും ഇതുപോലെ തന്നെ എരിവിന് പാകത്തിന് നമുക്കത് ചേർക്കാം. അത് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അത് ഗ്രിൽ ചെയ്യുമ്പോൾ. ഇനി അതിലേക്ക് നമുക്കൊരു പകുതി നാരങ്ങ നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. അതിൻ്റെ കുരു ആദ്യം കളഞ്ഞിരിക്കണം, എന്നിട്ട് പകുതി നാരങ്ങ അതിൽ പിഴിയുക. ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ ഞാൻ ഈ 1.5 കിലോ കോഴിക്ക് ഞാനിപ്പോൾ ഏതാണ്ട് ഒരു 1.5-2 സ്പൂൺ ഞാൻ ഉപ്പ് ഇതിലിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തായി ചേർക്കുന്നത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ എന്തിനാണെന്ന് വെച്ചാൽ ഇത് മസാല ഒന്ന് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ചേർക്കുന്നത്. ഇനി നമുക്ക് എഡിബിൾ ഓയിൽ ഒരു 2 സ്പൂൺ ചേർക്കാം. അതും ഇതുപോലെ ബൈൻഡിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. ഇനി അവസാനമായി ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്, അതും ഇതുപോലെ ഒരു 2 സ്പൂൺ ചേർക്കുക. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് നമുക്ക് അത് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ കിച്ചൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഉണ്ടാക്കാം. അത് ആദ്യം നമുക്ക് വെളുത്തുള്ളി അങ്ങനെ തന്നെ നമുക്ക് ഇടിക്കുക, എന്നിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതും ചതച്ച് വയ്ക്കുക. അതുപോലെ തന്നെ ഇഞ്ചിയും അതുപോലെ വലിയ കഷ്ണമായിട്ട് ചതച്ച് വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കൊറിയൻഡർ ലീഫ്, അതായത് നമുക്ക് മല്ലിയുടെ ഇല, അതും കുറച്ച് വേണം. ഇത് ശരിക്കും നമുക്ക് ഇതിൻ്റെ ചിക്കൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് നമുക്ക് ഉണ്ടാക്കി വെച്ച മസാല നമുക്ക് ചിക്കനിലേക്ക് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വരഞ്ഞ ആ ഭാഗങ്ങളിലെല്ലായിടത്തും ഡീപ്പായിട്ട് നമുക്ക് മസാല തേച്ച് കൊടുക്കണം. എന്നാലേ നമുക്ക് ഗ്രില്ല് ചെയ്യുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് നമുക്ക് ചിക്കനിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ശരിക്കും നന്നായിട്ട് ഉള്ളിലും എല്ലായിടത്തും നന്നായിട്ട് മസാല അപ്ലൈ ചെയ്യുക.
ഇനി അടുത്ത് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിയുടെ ഇല, ചതച്ച ഇഞ്ചി, ചതച്ച വെളുത്തുള്ളി, ഇത് മൂന്നും കൂടി ഒരു ബഞ്ചാക്കി നമുക്ക് ആ ചിക്കൻ്റെ ഉള്ളിൽ നമുക്ക് സ്റ്റഫ് ചെയ്യാം. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ ഉള്ളിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊരു 15-20 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഇത് അടച്ച് വെക്കാം. അപ്പോൾ ഏതാണ്ട് 30 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ചിക്കനെ നമുക്ക് നേരിട്ട് ഓവനിലേക്ക് വെക്കാം. ഓവനിലേക്ക് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേസ് എന്തായാലും നമുക്ക് വെക്കേണ്ടി വരും. ബേസ് ആയിട്ട് ഒരു പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും. ഞാനിനി ഓവൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓവൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ബ്രാൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ പ്രീ ബിൽഡ് ഫങ്ഷണാലിറ്റി. ഇപ്പോൾ എൻ്റെ ഓവൻ A7 ആണ് ചിക്കൻ തന്തൂരി ചിക്കൻ്റെ ഓപ്ഷൻ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേത് ആ കാറ്റലോഗ് നോക്കിയാൽ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. പക്ഷേ ഇതിൻ്റെ സമയം മാക്സിമം 30 മിനിറ്റ്സ് ആണ് ഇത് നമുക്ക് കുക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ 10 മിനിറ്റ് കുക്കായി. 10 മിനിറ്റ് കുക്കായതിന് ശേഷം ഞാനിതിനെ പുറത്തേക്ക് എടുത്തേക്കുകയാണ്. കാരണം ഇതിൽ നമുക്ക് ഇനി ഒന്ന് ബട്ടർ ഒന്ന് ബ്രഷ് വെച്ച് നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. അത് എന്തിനാണ് ബ്രഷ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു എക്സ്ട്രാ ക്രിസ്പിനെസ്സും ഒരു എക്സ്ട്രാ ടേസ്റ്റും നമുക്ക് കിട്ടും ഗ്രില്ല് ഫൈനലാവുമ്പോൾ. ഇനി ഓവനിൽ കയറ്റുമ്പോൾ നമുക്ക് ചിക്കനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്യാം. ഫ്ലിപ്പ് ചെയ്തിട്ട് നമുക്ക് അടുത്ത 20 മിനിറ്റ്സ് നമുക്ക് അങ്ങനെ കുക്ക് ചെയ്യാം. ഇനി നമ്മുടെ കുക്കിങ്ങിൻ്റെ ലാസ്റ്റ് 10 മിനിറ്റ്സ് ആണ്. അപ്പോൾ വീണ്ടും ഞാൻ ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വീണ്ടും നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് കുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രിൽ ചിക്കൻ റെഡിയാവും. അങ്ങനെ 30 മിനിറ്റ് കുക്കിംഗ് പൂർത്തിയായി. അപ്പോൾ നമ്മുടെ ഗ്രിൽ ചിക്കൻ റെഡിയായി. അപ്പോൾ നമുക്ക് ഓവനിലെടുക്കാം. അങ്ങനെ ഫൈനലി നമ്മുടെ ഗ്രിൽ ചിക്കൻ റെഡിയായി. ഇതിൻ്റെ ഒപ്പം നമുക്ക് പുതിന മല്ലിയില ചട്നിയുടെ ഒപ്പം നമുക്ക് സെർവ് ചെയ്യാം. ഇത് വളരെ ടേസ്റ്റിയാണ്. അധികം ഓയിലും അധികം നമ്മൾ കാര്യമായിട്ട് യൂസ് ചെയ്തിട്ടില്ല ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും കൂടുതൽ വീഡിയോകളുമായി ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.